Hello my dear student, welcome back to Learn and Grow. Today we are going to discuss class 7 ഹിന്ദി. ഓക്കെ, അപ്പോൾ ഹിന്ദിയിലെ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾക്ക് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷിലൊക്കെ പോലെ തന്നെ ആദ്യം എന്താണ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതാനാണ് കേട്ടോ. ക്വസ്റ്റ്യൻ തരും അതിനനുബന്ധമായിട്ടുള്ള, അപ്പോൾ അത് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. സൂചന ഖണ്ഡ് പെടു പ്രശ്നോ കെ ഉത്തർ ലിഖോ. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ് ഒരു ഖണ്ഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്നിട്ട് താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താണ്. അപ്പോൾ നോക്കാം. അരുൺ ഓർ വരുൺ ജംഗൽ സേ ഗുസർ രഹേ ദേ. അപ്പോൾ അരുണും വരുണും ജംഗിൾ അല്ലേ. ജംഗിൾ എന്ന് വെച്ചാൽ എവിടെയാണ്? കാട് അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലേ. ഫോറസ്റ്റിൽ നടക്കുകയായിരുന്നു. അചാനക് ഏക്ക് ബാലു ആഗയ. ബാലു ആരാണ്? ബാലു എന്ന് വെച്ചാൽ ബിയർ. ഓക്കെ, കരടിയാണ്. ബാലു വന്നു പെട്ടെന്ന്. അരുൺ തുരന്ത് പേട് പെർ ചട് ഗയ. അപ്പോൾ അരുൺ എന്ത് ചെയ്തു? പെട്ടെന്ന് പേട് എന്ന് വെച്ചാൽ മരം അല്ലേ, വൃക്ഷത്തിൽ കയറി ഇരുന്നു. വരുണിനെ ജമീൻ പെർ ലോഡ് കർ സാസ് റോക്ലി. പക്ഷെ വരുൺ എവിടെയായിരുന്നു? താഴെ തന്നെ ആയിരുന്നു അല്ലേ. അവനിങ്ങനെ ശ്വാസം വിടാതെ നിന്നു. ബാലുവിനെ ഉസേ സുന്ധ ഓർ ചൽ ഗയ. അപ്പോൾ ബാലു എന്ത് ചെയ്തു? വരുണിനോട് എന്തോ മെല്ലെ ചെവിയിൽ പറഞ്ഞു കേട്ടോ, എന്നിട്ട് തിരിച്ചുപോയി. പേട് സേ ഉത്തർക്കർ അരുണിനെ പൂച്ച. അപ്പോൾ വൃക്ഷത്തിൻ്റെ മുകളിലായിരുന്ന അരുൺ താഴെ ഇറങ്ങി ചോദിച്ചു, ബാലുവിനെ തുമാരെ കാൻമേ ക്യാ കഹ. ബാലു നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത്? അപ്പോൾ വരുണിനെ ജവാബ് ദിയ, സച്ചാ ദോസ്ത് കബി അഖേല ന ചോഡ്താ ഹേ. അപ്പോൾ വരുണ് പറയാണ്, എന്താ പറഞ്ഞത്? സച്ചാ ദോസ്ത് കബി അഖേല നാ ചോട്ടായ. ശരിക്കുള്ള ഫ്രണ്ട് അല്ലേ, നമ്മളുടെ ശരിയായ ഫ്രണ്ട് നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഈ ബാലു കരടി ബിയർ വരുന്നത് കണ്ടപ്പോൾ അരുണ് പെട്ടെന്ന് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. കാരണം നിൻ്റെ ഫ്രണ്ട് നിന്നെ വിട്ടിട്ട് പോയല്ലോ. അപ്പോൾ സച്ചാ ദോസ്ത്, ശരിക്കുള്ള ദോസ്ത് ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ വെറുതെ വിടത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അരുൺ ഓർ വരുൺ കഹാസെ ഗുസർ രഹേദേ. അപ്പോൾ അരുണും വരുണും എവിടെയായിരുന്നു നടക്കാൻ ഇറങ്ങിയത്? ജംഗൽ സേ അല്ലേ. ജംഗൽ, ഷഹർ സേ, ഗാവ് സേ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജംഗൽ സേ നമുക്കറിയാം അല്ലേ. അചാനക് കോൻ ആഗയ. പെട്ടെന്ന് ആരാണ് വന്നത്? ഷേർ, ബാലു, ഭാന്ത്. ആരാണ്? ബാലു. ബാലു കോ ദേക്കർ കിസ്നെ പേട് പർ ചട് ഗയ. വരുൺ, തരുൺ, അരുൺ, കരുൺ. ആരാണ് പേടിൻ്റെ മുകളിൽ കയറിയിരുന്നത്? അരുണാണ് അല്ലേ. അരുൺ. ബാലു കോ ദേഖ് കർ വരുണിനെ ക്യാ കഹ? പേട് പർ ചടാ, ജമീൻ പർ ലോട്ടാ, ഘർ ചല, ചിപ് ഗയ. എന്താണ് ചെയ്തത് വരുണ്? ജമീൻ പർ ലോട്ട. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. അപ്പോൾ താഴെ കൊടുത്തിരുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് എടുത്തെഴുതാനാണ്. സച്ചാ ദോസ്ത് അക്കേല ചോഡ്താ ഹേ, സച്ചാ ദോസ്ത് അക്കേല ന ചോഡ്താ ഹേ, സച്ചാ ദോസ്ത് റുഡ്താ ഹേ. എന്താണ് ഇതിൽ ശരിയായത്? സച്ചാ ദോസ്ത് അക്കേല ന ചോഡ്താ ഹേ. ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല അല്ലേ. നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോവത്തില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സൂചന പഠോ ഉത്തർ ലിഖോ. അപ്പോൾ ഇവിടെയും ഒരു സൂചനകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. GUPS परवूर 26 फरवरी 2025 जन्नत के बच्चे ഉദ്ഘാടൻ പഞ്ചായത്ത് അധ്യക്ഷ സുബഹ് 10 ബജെ സിനിമ പ്രദർശിനി. അപ്പോൾ ഇവിടെ പരവൂർ സ്കൂളിൽ ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന സിനിമ അല്ലേ, അത് പ്രദർശനം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു പോസ്റ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ജന്നത്ത് കെ ബച്ചെ സിനിമ പ്രദർശിനി കാ ഉദ്ഘാടൻ കോൻ കരേഗ. അപ്പോൾ ഉദ്ഘാടൻ ആരാണ് ചെയ്യുന്നത്? പഞ്ചായത്ത് അധ്യക്ഷ അല്ലേ. ഉദ്ഘാടൻ പഞ്ചായത്ത് അധ്യക്ഷ. सूचनाओं के आधार पर सिनेमा प्रदर्शनी का उद्घाटन संबंधी उद्घोषण तैयार करो. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഉദ്ഘോഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം അല്ലേ? ഒരു നോട്ടീസ് അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കിയേ. सभी ग्रामवासियों को सूचित किया जाता है कि जन्नत के बच्चे सिनेमा प्रदर्शनी का आयोजन किया जा रहा है. यह कार्यक्रम 26 फरवरी 2025 को आयोजित होगा. इस प्रदर्शनी का उद्घाटन पंचायत अध्यक्ष महोदय द्वारा किया जाएगा. ഓക്കെ, അപ്പം നമ്മൾക്ക് എല്ലാത്തിനുള്ള ക്ലൂസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനെ അനുബന്ധിച്ച് നമ്മൾ എന്താണ് ഏത് ദിവസം, ഏത് ഡേറ്റ് ആണ്, അപ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നൊക്കെ ഈ ഗ്രാമവാസിയൊക്കെ നമ്മൾ അറിയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കാര്യക്രം കാ ശുഭാരംഭ് സുബഹ് 10 ബജെ ഹോഗ. അപ്പോൾ ഇത് തുടങ്ങുന്നത് അല്ലേ, ശുഭാരംഭ്
सुबह 10 बजे होगा। सभी नागरिकों से निवेदन है कि वे अधिक से अधिक संख्या में इस प्रदर्शनी में भाग ले और इस विशेष अवसर का ആനന്ദ് ഉഡാഹെ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ വരികയും ഈ ഒരു എന്താണ് എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കുകയും ചെയ്യണം അല്ലേ. അപ്പം നോക്കാം, സ്ഥാൻ ഖാ നാം ലിഖോ എവിടെയാണെന്നൊക്കെ, ദിനാങ്ക് പിന്നെ സമയം അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയാണ് GUPS പറവൂർ അല്ലേ, അതാണ്. അപ്പോൾ അതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. സൂചന കവിതാംശ് പഠോ ഉത്തർ ലിഖോ. താഴെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വർഷമേ നെഹി ഫസൽ കെ ദേർ അन्न का लग जाता है, यह धरती है उस किसान की, नहीं राव की नहीं रंग की, नहीं किसी की नहीं किसी की, धरती है केवल किसान की. അപ്പം ഏത് ചാപ്റ്ററിൻ്റെ കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി അല്ലേ. ഈ ഭൂമി കൃഷിക്കാരുടേത്, കർഷകരുടേത് മാത്രമാണ് അല്ലേ. ആ ഒരു കവിതയുടെ കുറച്ച് ലൈൻസ് ആണ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. രാജ കെ ലിയെ സമാൻ അർത്ഥവാൽ ശബ്ദ കെ ചുൻകർ ലിഖോ. അപ്പോൾ രാജ എന്ന് പറയുന്ന അർത്ഥമുള്ള ഏത് വാക്കാണ് ഈ പോയത്തിലുള്ളത്? അപ്പോൾ ഇവിടെ നോക്കിയേ, നെഹി രാവ് കി നെഹി രംഗ് കി നെഹി കിസി കി. അപ്പോൾ നെഹി രാവ്, ഈ ധർത്തി രാജാവിൻ്റേതും അല്ല, അതുപോലെ ധനികരുടേതുമല്ല അല്ലേ. പിന്നെ ആരുടേതാണ്? കർഷകരുടെ മാത്രം. അപ്പോൾ രാവ് എന്ന് അവിടെ എഴുതണം. ഓക്കെ. കവിതാംശ് കാ ആശയിലിക്കോ. അപ്പോൾ ഈ കവിതയുടെ അർത്ഥം എന്താണെന്ന് എഴുതാനാണ്. इस कवितांश का मुख्य भाव है यह है कि धरती पर असली अधिकार किसान का होता है. ഭൂമിയുടെ ശരിക്കുള്ള അധികാരം ആരുടേതാണ്? കർഷകരുടേതാണ് അല്ലേ. യഹ് ധർത്തി നാ തോ കിസി രാജാ കി ഹോത്തി ഹെ. അപ്പോൾ ഈ ഭൂമി രാജാവിൻ്റേതല്ല. നാ കിസി അമീർ വ്യക്തിക്കോ, അമീറായിട്ടുള്ള ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുടേതല്ല. ബൽക്കി കേവൽ കിസാൻ കി ഹോത്തി ഹെ, പക്ഷേ കർഷകരുടേത് മാത്രമാണ്. ക്യോങ്കി വഹി ഇസ്കി ദേഖ്ഭാൽ കർത്താ ഹെ. അപ്പോൾ അവർ മാത്രമാണ് ഇതിനെ, ഈ ഭൂമിയെ നന്നായിട്ട് നോക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. ഖണ്ഡ് പഠോ ഉത്തർ ലിഖോ എഗെയിൻ അല്ലേ. ഇവിടെ പാരഗ്രാഫ് കൊടുത്തിട്ട് അത് വായിച്ച് ഉത്തരം ഇതാണ്. നിമ്മി കാ കൽ ബർത്ത്ഡേ ദാ, വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർ ബഹുത് സുന്ദർ ദാ, ഉസ് पर लिखा था तुम जियो हजारों साल, साल के दिन हो 50,000 है, ये किसी कैसी कविता हुए, वह नाना के पास दौड़ी. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അല്ലേ, തും ജിയോ ഹസാരോ സാൽ കെ ദിൻ കോ 50,000 എന്ന ഒരു പാഠഭാഗത്തിൽ നമ്മൾ വായിച്ചതാണ്. ബർത്ത്ഡേ കിസ് കാദ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ബർത്ത്ഡേ കിസ് കാദ, ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? നിമ്മിക അല്ലേ, നിമ്മിക ബർത്ത്ഡേ ദാ. താലി की सहायता को निम्मी और नानाजी के बीच के वार्तालाप की पूर्ति करो. അപ്പോൾ ഇവിടെ താഴെ കൺവേഴ്സേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നിമ്മി, നാനാജി യഹ് കാർഡ് ദേക്കിയേ. ഈ കാർഡ് നോക്കൂ. അപ്പം നാനാജി ഹാ ദിക്കാഹോ ബേട്ടി ദിക്കാ. അപ്പം നിമ്മി നെക്സ്റ്റ് എന്ത് പറയും? ഇൻ പക്തിയോ കാ അർത്ഥ ക്യാ ഹെ അല്ലേ. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ആ വാചകം എന്താണെന്നാണ് നിമ്മി ചോദിക്കുന്നത് അല്ലേ. ഇൻ പങ്ക്തിയോ കാ ക്യാ അർത്ഥ ഹെ, കോയി ഇത്തിനെ സാൽ ജീത്താ ഹെ. ഇത്രയും വർഷം ആരാണ് ജീവിക്കുന്നത് അല്ലേ. തും ജിയോ ഹസാരോ സാൽ കെ ദിൻ 50,000. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും വർഷം ആരെങ്കിലും ജീവിക്കും. അപ്പോൾ നാനാജി എന്ത് പറയും? നെഹി ബേട്ടി യഹ് ഏക് ദുഹാ ഹെ. അല്ല കുട്ടി, അല്ല മോളെ, ഇതൊരു പ്രാർത്ഥനയാണ് അല്ലേ. അപ്പോൾ നിമ്മി ദുവ മത്ലബ് പ്രാർത്ഥന എന്ന് വെച്ചാൽ, അപ്പം നാനാജി പറയും മത്ലബ് ഹേ ഹം ऐसा काम करो कि दुनिया हमेशा याद रखो. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏത് ചാപ്റ്ററിലാണിത്? ഹാത്തിയോങ്കി രഹഗുസർ എന്ന പാഠഭാഗത്തിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, 1, 2, 3 4 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ താഴെ ഇതിനെ സംബന്ധിച്ച വാക്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായത്? ഇപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? അപ്പോൾ അത് താഴെ നിന്ന് നമ്മൾ ശരിയായിട്ട് എടുത്തു. അപ്പോൾ ആദ്യം എന്താ ഇവർ ചെയ്യുന്നത്? സഡക് പാർ കർ രഹാദ അല്ലേ. അപ്പോൾ അത് ഏതാണ് നോക്കിയേ? ഹാത്തിനി. ഇതിൽ സെക്കൻഡ് വൺ ആണ് അല്ലേ. ഹാത്തിനി ദോ ബച്ചോ കെ സാത്ത് സഡക് പാർ കർ രഹാ ഹേ അല്ലേ. റോഡ് മുറിച്ച് കടക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വൺ എന്താണ്? ഈ ചെറിയ കുട്ടിയെ പിറകിൽ നിന്ന് തള്ളി ഈ ഡിവൈഡർ ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നോക്കാം. ഫസ്റ്റ് വൺ ഹാത്തിനി ചോട്ടെ ബच्चे को पीछे से धकेल कर डिवाइडर पार करने की सहायता करती है. ഇനി തേർഡ് വൺ നോക്കിയേ. ഹാത്തിനി
ഹാത്തിനി ഓർ ബഡാ ബച്ച ഡിവൈഡർ പാർ കർക്കെ ജാത്താ ഹെ. അപ്പോൾ ഹാത്തിനിയും വലിയ കുട്ടിയും ഡിവൈഡർ പാർ ചെയ്തു അല്ലേ, അത് മുറിച്ച് കടന്നു. ഇനി നാലാമത്തെ പിക്ചറിൽ അവർ കാട്ടിലെത്തി അല്ലേ, അവരെല്ലാവരും റോഡ് മുറിച്ച് കടന്നു കാട്ടിലെപ്പോൾ ഹാത്തിനി അപ്പനി ബച്ചോ കെ സാത്ത് ജംഗൽ ജാത്തി ഹെ. ഓക്കെ, ഇനി നോക്കിയേ, ചിത്ര ദേക്കോ സൂചന പഠിക്കേലിയെ വാക്ക് തയ്യാർ കറോ. അപ്പോൾ ഇവിടെ ഈ സൂചനാ ബോർഡ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, ഇതുപോലത്തെ സൂചനാ ബോർഡ്. അപ്പോൾ ഈ സൂചനാ ബോർഡിൻ്റെ മീനിങ് എന്താണ്? മൃഗങ്ങൾക്ക് ഫുഡൊന്നും കൊടുക്കരുത് അല്ലേ. അപ്പോൾ അതെങ്ങനെ നമ്മൾക്ക് എഴുതാം? ജാൻവരോങ്കോ ഖാന ന ഖിലാഹേ അല്ലേ, മൃഗങ്ങൾക്കൊന്നും ഭക്ഷണം കൊടുക്കരുത്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം വന്യജീവിക്കോ സുരക്ഷിത് രഖോ ഉസ്നെ രാസ്താ ധോ അല്ലേ, ഇങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങളുടെ ആ സൂചന ബോർഡില്ലേ, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.